അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പെൺമക്കളെ വളർത്തുക എന്നുള്ളത് ഞങ്ങളെ 33-ാമത്തെ ഹദീസിൽ അത് 33-ാമത്തെ ബാബില് യതീമ്, പെൺമക്കള്, പാവപ്പെട്ട ആളുമാറ്, ബലം കുറഞ്ഞങ്ങ, ബേജാറില്ലായങ്ങ, ഇങ്ങനെ പല വിഭാഗത്തിന് ചെന്നത്. അതിൽ ഒന്നായിട്ട് യതീമികളെ സംബന്ധിച്ച്, മിസ്കീന്മാരെ സംബന്ധിച്ച്, പാവപ്പെട്ട പെണ്ണുങ്ങളെ കുറിച്ചൊക്കെ ചൊന്നിട്ടായിട്ട് മുന്നത്തെ ക്ലാസ്സുകളിൽ ഇന്നിപ്പ ചൊല്ല ഈ ഹദീസ് ഇത് പെൺമക്കളെ വളർത്തുക എന്നുള്ളത്. അപ്പോൾ ഒരാൾക്ക് പെൺമക്കളുണ്ടായി, ആ പെൺമക്കളെ അവൻ വളർത്തി അങ്ങനല്ല അതവും പടിപാട്ടി കൊടുത്ത് ഒരു നല്ല നിലക്ക് എത്തുവാട്ടി കൊടുത്ത് അങ്ങനെ മഞ്ഞരാക്കി കൊടുത്താണെന്നുണ്ടെങ്കിൽ അത് വലിയ പ്രതിഫലമായിട്ട്. കാരണം ഒരു യതീമിനെ സംബന്ധിച്ച് ചെന്ന യതീമിനെ സംരക്ഷിച്ചോ നാനും അവനും സ്വർഗത്തിൽ ഇതുപോലെ ഉണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നത്തെ ക്ലാസ്സിൽ അത് വിശദീകരിച്ചതായിട്ട്. ഇന്നിപ്പോ അതല്ല പെൺമക്കളെ വളർത്തുക എന്നുള്ളത്. അതായത് പെൺമക്കൾ തന്നെ അവന്റെ പെൺമക്കളെമേ അവൻ എന്താക്കടെ ആ പെൺമക്കളായിട്ട് അവൻ നയിക്കട, കഷ്ടപ്പെട, അധ്വാനിക്കട. അപ്പൊ അങ്ക് വലിയ പ്രതിഫലമുണ്ട്. പെൺമക്കളുണ്ടായി എന്നതിന് പേരിൽ ബാപ്പുമാർ എന്താക്കണ്ടില്ലേ, ബേജാറാവണ്ടില്ല. അങ്ങക്ക് ആഖിറത്തിലും ദുനിയാവിലും അങ്ക് കൊണുണ്ട്. പക്ഷെ അത് ഞങ്ങൾ അള്ളാഹുമായിട്ടുള്ള ഞങ്ങളുടെ മനസ്സായിട്ട് ഞങ്ങൾ ശരിപ്പെടുത്തേണ്ടത് എങ്ങനെ? അൽഹംദുലില്ലാഹ്, മക്കളെ തറുമ്പോ തന്നെ പിന്നെ ഈ പെത്തിട്ടാകുമ്പോ തന്നെ പെണ്ണ് എന്ന് മുഖം ചുരുക്കിരമ ബേജാറ് കാട്ടിരമല്ല, അൽഹംദുലില്ലാഹ് ചൊല്ലുക തീരണം. അള്ളാഹുനക്കൊരു പെണ്ണ് പോലെ തന്നല്ലേ, അൽഹംദുലില്ലാഹ്. അപ്പൊ പെണ്ണ് കിടാവിടെ വളർത്ത് വലുതാക്കുക എന്നുള്ളത് അത് ആൺകിടാവിടെ വളർത്തിയതിനേക്കാളും കൂടുതൽ പ്രതിഫലം ഇതൊക്കെയുണ്ട്. എന്തായിട്ട് അതിനെ സംബന്ധിച്ച് നബിത്തങ്ങൾ ചൊന്നത് നോക്കാം ഇൻഷാ അല്ലാഹ്. അപ്പൊ ഞാൻ ചൊന്നത് ഞങ്ങൾ മനസ്സ് പിന്നെ ഞങ്ങൾ അള്ളാഹുമായിട്ട് എങ്ങനെയാണോ ഞങ്ങളെ മനസ്സിൽ അള്ളാഹുടെ ഞങ്ങൾ എങ്ങനെ കരുതണം അതുപോലെ ആയിട്ട് അള്ളാഹു ഞങ്ങളൊട്ടുകും. അതായത് അള്ളാഹു എന്റെ കൈവിടലാണ്ടിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു കൈവിടില്ല. അള്ളാഹു സഹായിക്കലാന്ന് എന്റെ മനസ്സിൽ ഉറപ്പിന്നെങ്കിൽ അള്ളാഹു സഹായിക്കലാണ്. അപ്പൊ അള്ളാഹുമായിട്ടുള്ള ഞങ്ങളെ വിശ്വാസമായിട്ടിരിക്കുന്നത്. അപ്പൊ ഈ പെണ്ണ് എന്ന ആയ സ്ഥലത്ത് തന്നെ ഞങ്ങൾ എന്താക്കണ്ട, മുഖം ചുരുക്കുക തീരാണ്. ഞങ്ങളുടെ അസമാധാന വറവ് തീര, അൽഹംദുലില്ലാഹ് നിറഞ്ഞ മനസ്സോട് കൂടെ ചൊല്ലുക തീരാണ്. ആണാവട്ടെ പെണ്ണാവട്ടെ, അൽഹംദുലില്ലാഹ് അള്ളാഹ് തന്നത്. അപ്പൊ അത് എന്താ വേണം, ഞങ്ങൾ അത് ആഗ്രഹിക്കണം. അങ്ങനെ ആയിട്ട് അള്ളാഹുടെ സ്തുതിക്കണം. നമുക്ക് ആ ഹദീസ് വിവരിച്ച് നോക്കാം. അനസ് റളിയല്ലാഹു അൻഹു അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല. അനസ് റളിയല്ലാഹു അൻഹു ഹദീസ് റിപ്പോർട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൻ ആല ജാരിയതൈനി, രണ്ട് പെൺമക്കളെ ഒരുത്തൻ അങ്ക് അങ്ങനെ സംരക്ഷിച്ച അങ്ക് പിന്നെ അങ്ക് ആഹാരത്തെ കൊടുത്ത, വസ്ത്രങ്ങൾ കൊടുത്ത, അങ്ക് ഡ്രസ്സ് എടുത്ത് കൊടുത്ത, അങ്ങനെ എല്ലാ നിലക്കും നല്ല ഒരു നിലയിലെത്തുവാട്ടിയ അതാ ഹത്ത തബുലുക അങ്ങ് ചെണ്ടാലും പ്രായപൂർത്തിയോടൊത്തു യൗമൽ ഖിയാമ ഖിയാമത്തിനാൽ അവൻ പണ്ട് നാനും വഹുവ അവനും കഹാത്തേനി ഇതുപോലെ വളമ്മ അസാബിയു നബിന്റെ ബെർല് കൂട്ടിയിട്ടാ ചെന്നത് അല്ലെ. ഞങ്ങൾ യതീമിനെ സംബന്ധിച്ച ഉടനെ ഇതുപോലെ നബി അകറ്റി എന്താ പെൺമക്കളെ ഭർത്തിയോട് ചെന്നതോ ബെർല് കൂട്ടിയിട്ട അതാ ഇതുപോലെ നാനും അവനും സ്വർഗത്തില്. ആര്? ഇത് പാവപ്പെട്ടവനെ സംബന്ധിച്ചല്ല, വേറെ പെൺമക്കളെ വളർത്തിയതും അല്ല, സ്വന്തം അങ്ങനെ മക്കളെ അവൻ വളർത്തി. അങ്ങനെയെങ്കിൽ അങ്ങനെ പ്രായപൂർത്തിയായതുവരെ അങ്ക് ഡ്രസ്സും ചെലവും പഠിക്കേണ്ടതും എല്ലാം അങ്ക് കൊടുത്ത് അങ്ങനെ ഒരു നിലക്ക് എത്തുവാട്ടിയെങ്കില് അപ്പൊ അവിടെ ജാരിയത്തേനി ജാരിയത്തിനായി ബിൻതേനി അവിടെ രണ്ട് പെൺമക്കൾ ചെന്ന് ഒന്നല്ല രണ്ട് പെൺമക്കളെ പറ്റാ ഒന്ന് ഫലത്തിന് കൂലിയില്ലാന്ന് ചൊല്ലല്ല. ഈ ഹദീസിൽ ചെന്ന രണ്ട് പെൺമക്കളെ സംബന്ധിച്ചായിരിക്കും ഒന്ന് ഫലത്തിന് അതിൻ്റെതായ കൂലി കിട്ടും. അപ്പൊ ഈ ഹദീസിൽ ഇപ്പൊ ചെന്നത് രണ്ട് പെൺമക്കൾ ഒർത്തം ഫലത്തിയാണെങ്കിൽ അതിപ്പോ അവൻ്റെത് ഏന് അവന്റെ ഇല ഉണ്ടതോ മൂത്തോണ്ടതോ അല്ലെ ഇല ഉള്ളതോ മൂത്തോല്ലതോ ഓരോ നിലക്കവൻ എത്തുവാട്ടെങ്കിലും ഈ കൂലിയില്ലാന്ന് ചൊല്ലില്ല. രണ്ട് പെൺമക്കളൊർത്തം സംരക്ഷിച്ചാണെങ്കിൽ അങ്ങനെ അങ്ങക്ക് വേണ്ടത്, അതായത് ഈ ഇത് സംരക്ഷിക്കുകയാണെങ്കിൽ അങ്ങക്ക് ഡ്രസ്സ് കൊടുക്കണേ, വസ്ത്രം കൊടുക്കണേ, അങ്ങനെ പിന്നെ പഠിപ്പ് അങ്ങക്ക് വേണ്ട ഇതെല്ലാം വ്യവസ്ഥ ആക്കി കൊടുക്കണേ. ഇത് 268-ാമത്തെ ഹദീസ്. وعن عائشة رضي الله عنها قالت
ഐഷ റളിയല്ലാഹു അൻഹ ചൊല്ല് ദഖലത അലൈയ ഇംറഅതൻ വമഅഹ ഇബ്നതൻ. ഒരു പെണ്ണുങ്ങൾ എൻ്റെ മുട്ട വന്നു. ആ പെണ്ണുങ്ങളൊട്ട് 2 പെൺമക്കളുണ്ട്. ലഹ ഐമയുടെ 2 പെൺമക്കൾ. തസ്അലു ഐമ കേട്ടോണ്ടായിട്ട് ഇത് വന്നിട്ട് കൈ കാട്ടിട്ട് വന്നത്. ഫലം തജിദ് ഇന്ദി ഷൈഅൻ ഗൈറ തംറത്തിൻ വാഹിദത്തിൻ. എൻ്റെ മുട്ട കൊടുക്കുക എന്തുമില്ല, ഒരേ ഒരു കാരക്കിന്. ഫഅതൈതുഹാ ഇയ്യാഹ. ഈ ഒരു കാരക്കിന് ആ പെണ്ണുങ്ങനെ കൊടുത്തെ. ചെന്ന ഇവിടെ 3 ആളുള്ള ഉമ്മ 2 മക്കൾ. പക്ഷെ നണ്ടിട്ടുള്ള ഒരു കാരക്ക് അതിനെ കൊടുത്തിട്ടാകുമ്പോ ഇമത ഫഖസമത്ഹാ ബൈന ഇബ്നതൈഹ. ഇതിലെ 2 പെൺമക്കളുടെ ഓതിയാക്കി കൊടുത്തു. 2 പൂലാക്കി, ഒരു പൂല് ആ മോളും ഒന്ന് ഈ മോളും കൊടുത്തു. വലം തഅകുൽ മിൻഹ. ഐമ തിണ്ടേ ഇല്ല. തന്നെ 2 മക്കൾ കൊടുത്തു. സുമ്മ ഖാമത്ത്. പിന്നെ ഐമ പോയിത്ത് എണിച്ചിട്ട് ഫഖറജത്ത്. ഐമ പുറപ്പെട്ടു പോയി. ഫദഖല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അലൈനാ. പിന്നെ നബി തങ്ങൾ ഞങ്ങളെ മുട്ട വന്നു. ഫഅഖ്ബർതു ഫഖാല. അപ്പൊ ഈ കണ്ട വിശേഷം നബിയെ, ഒരു പെണ്ണിങ് വന്നത് 2 മക്കളെയും വിളിച്ചോണ്ട് ഒരേ കാരക്കെ നിന്റെ കയ്യിൽ വേറെന്തില്ല അതിൽ കൊടുത്തിട്ടാകുമ്പോ 2 കീറാക്കി 2 പെൺമക്കൾ കൊടുത്തിട്ട് ഉമ്മ തിണ്ടില്ല. അയിമ പോയിത്ത്. ഫഖാല. അപ്പൊ നബി തങ്ങൾ ചെന്ന് മനുബുത്തലിയ മിൻ ഹാദിഹിൽ ബനാതി ബിശൈഇൻ. ഈ പെൺമക്കളെ കൊണ്ട് ഒരാൾ കഷ്ടപ്പെട്ടാൻ കണ്ടെങ്കിൽ ഫഹസന ഇലൈഹിന്ന. ആ പെൺമക്കൾക്ക് അവൻ ഗുണം ചെയ്താൽ വെക്കാം. കുന്നലഹു സിത്രം മിനന്നാർ. ആ പെൺമക്കൾ അവനക്ക് നരകത്തിൽ നിന്ന് മറയായിട്ടിക്കിട്, തടസ്സായിട്ടിക്കിട്, വലിയ പ്രതിഫലമായിട്ടിക്കിട്, പെൺമക്കളെ സംരക്ഷിച്ച് വളർത്തിയെടുക്കണേ എന്നുള്ളത് മുത്തഫഖുനല്ലേ. ഇനി ഇതേപോലത്തെ പിന്നെ ഒരു ഹദീസ് നോക്കാം. ഇതേപോലത്തെ പിന്നെ ഒരു സംഭവം. ഹദീസ് നമ്പർ 263. വൻ ആയിഷത റളിയല്ലാഹു അൻഹ ഖാലത് ജാഅത്നി മിസ്കീനത. ഐഷ റളിയല്ലാഹു അൻഹ ചൊല്ലെ, നന്റെ മുട്ട മിസ്കീനത്തായ ഒരു പെണ്ണിങ്ങ വന്ന് തഹ്മിലു ഇബ്നതൈനി ലഹ. ഐമടെ 2 പെൺമക്കളെയും പെടുത്തോണ്ട് ഐമ വന്നില്ല, തട്ടിയുണ്ട്. ഫഅത്അംതുഹാ 3 തംറാത്തിൻ. 3 കാരക്കിനാ കൊടുത്തെ. ഫഅതതു കുല്ല വാഹിദത്തിൻ മിൻഹുമാ തംറതൻ. അപ്പൊ 3 കാരക്കല്ലേ, ഒന്ന് ഒരു മോലും കൊടുത്തു, പിന്നെ ഒരു മോലും കൊടുത്തു. വറഫഅത് ഇലാ ഫീഹാ തംറതൻ ലിതഅകുല. ഒരു കാരക്കെ ഐമ തിന്നകുബേനായി ബായി കൊണ്ടിരുന്നു. ഫസ്തത്അമത്ഹാ ഇബ്നതാഹ. അപ്പൊ ഈ 2 മക്കൾ എന്താക്കിയാ അങ്ങ് കേട്ട തറുമാണ്ട്. ഫശഖത്തി തംറത അല്ലതി കാനത് തുരീദ് അൻ തഅകുല ബൈനഹുമാ. ഐമ തിന്നോണ്ട് വെച്ച് ഈ കാരക്കരെ 2 കീറാക്കിട്ട് 2 പെൺമക്കൾ കൊടുത്തു. ഫഅജബനി ഷൗനുഹാ. ഐഷ ബി ചൊല്ലെ, ഈമ യാക്കിയത് കണ്ടിട്ട് നന്റെ അത്ഭുതപ്പെടുത്തിട്ട്. ഫദഖർതു അല്ലദി സനഅത് ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഐമ യാക്കിയ സംഭവം നബി തങ്ങളിട്ട്, നബിയെ ഒരു പെണ്ണിങ്ങ വന്ന് 3 കാരക്ക കൊടുത്തെ, 2 മക്കയും തൈമൊട്ടിയെ. ആ 2 മക്ക 2 കാരക്ക ഒന്നൊന്ന് കൊടുത്തിട്ട്, ഒന്ന് ഐമ തിന്നുമ്പത്തും മക്ക പെദ്രയും കേൾത്ത് 2 കീറാക്കി അങ്ങവും കൊടുത്തിട്ട് ഉമ്മ തിണ്ടില്ല. ഫഖാല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലെ, ഇന്നല്ലാഹ ഔജബ ലഹാ ബിഹാ അൽ ജന്ന. അല്ലാഹു ആ പെണ്ണുങ്ങൾക്ക് അത് കാരണമായി സ്വർഗം നിർബന്ധമാക്കിയ. കണ്ടോ, ഉമ്മ തിന്നകുബേനായി ബായി കിടക്കുമ്പോ മക്ക കേട്ടിട്ടാകുമ്പോ ഒരു കാരക്കടെ 2 കീറാക്കി ആ 2 പെൺമക്കൾ കൊടുത്തില്ലേ, അള്ളാഹു അത് കാരണമായിട്ട് അയിമക്ക് സ്വർഗം നിർബന്ധാക്കിയ. അല്ലെങ്കിൽ അള്ളാഹു താല അത് കാരണമായി നരകത്തിൽ നിന്നും അയിമടെ മോചിപ്പിച്ച എന്ന് റവാഹു മുസ്ലിം. അപ്പൊ വലിയൊരു പ്രതിഫലം നീ നോക്കൂ. പെൺമക്കൾ വേണ്ടി സ്വന്തം വേറെങ്ങനെ പെൺമക്കല്ല, വേറെങ്ങനെ പെൺമക്കായെങ്കിൽ അങ്ങ് വേണ്ടി കഷ്ടപ്പെട്ടും കൂലി ഇല്ലാണ്ടല്ലോ ചൊല്ല, അങ്ങും കൂലിയുണ്ട്. അതേ സമയത്ത് സ്വന്തം പെൺമക്കളെ വളർത്തിയെങ്കിലും കൂലിയുണ്ട്. എലമൂത്തിൽപ്പെട്ട മക്കളെ ആണ് സംരക്ഷിച്ചതെങ്കിലും കൂലിയുണ്ട്. അപ്പോ പെൺമക്കളെ വളർത്തുക എന്നുള്ളത് ഇസ്ലാം അതൊക്കെ വലിയ പ്രതിഫലമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓഫർ വെച്ചത്. അതുകൊണ്ടായിട്ട് ഈ ഹദീസിലെ ഈ ബാബിൽ 33-ാമത്തെ ബാബിൽ യതീമു മിസ്കീനും ചൊല്ലവിടെ പെൺമക്കൾ എന്നും കൂടിയിട്ട്. അപ്പൊ പെൺമക്കളിട്ടു എന്താണ് അങ്ങനെ വളർത്തി അങ്ങനെ ഒരു നല്ല നിലക്ക് എത്താട്ടുക എന്നുള്ളത് ഇതൊരു ജവാബ്ദാരിയും കൂടിയായിട്ട് വലിയ പ്രതിഫലമുള്ള കാര്യമായിട്ട് കഷ്ടപ്പെടുമ്പോൾ പ്രതിഫലം കൂട്ടുക എന്ന്. അപ്പോ സ്വന്തം മക്കൾക്ക് വേണ്ടി ഒരാൾ അധ്വാനിക്കലെങ്കിലും പെൺമക്കൾക്ക് വേണ്ടി അധ്വാനിക്കലെങ്കിലും അള്ളാഹുടെ തൃപ്തി എന്നൊരു നീയത്തിനെ കണ്ടെങ്കിൽ വലിയ പ്രതിഫലമായിട്ട്. അത് അതിൽ പ്രധാനപ്പെട്ടും എന്ത് വേണം, ഇഖ്ലാസ് വേണം. അതായിട്ട് ഞങ്ങളെ ഇബാദത്തിൽ കുറഞ്ഞോണ്ടില്ല. അപ്പൊ ഞങ്ങൾ ഒരു ബാപ്പ സൗദിയിൽ നിന്ന് കഷ്ടപ്പെട്ടതോ ദുബൈയിൽ കഷ്ടപ്പെട്ടതോ റായത്ത് സുബൈൽ പിടിച്ച് 3 തോറ സറാക്കിടുതോ ഇതൊക്കെ മക്കളെ വളർത്തുകയാനായിട്ട് ഇതിലൊക്കെ അള്ളാഹുടെ പ്രതിഫലം എന്ന് മനസ്സിൽ വേർച്ചെന്ന് കണ്ടെങ്കിൽ
വലിയ കൂലിയായിട്ട് ഇതൊക്കെ. അള്ളാഹു നല്ലത് ചെയ്യുക, പ്രവർത്തിക്കൂ, അനുസരിക്കൂ. നമുക്ക് തൗഫീക്ക് തരട്ട്. നാളെ ചാനൽ പല ആൾമാറും പല നിലക്കും നിങ്ങളോട്ട് പല കാര്യങ്ങളെല്ലാം ചൊല്ലങ്ങം ദ്വാ കൊണ്ട് വസിയത്താക്കിടമുള്ള അള്ളാഹു എല്ലാവരുടെയും ഹൈറായ ഉദ്ദേശങ്ങൾ അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കട്ടെ. ഹൈർ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തുറന്നു തരട്ടെ. ഞങ്ങളെ മക്കളൊക്കെ അള്ളാഹു സാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ. ഹലാലായ റിസ്ക് നമുക്ക് എല്ലാവർക്കും അള്ളാഹു ഏറ്റിത്തരട്ടെ. ഞങ്ങളെ ക്ലാസ് എപ്പോഴും കാത് കൊടുക്കലാറുമാറുള്ളത് അള്ളാഹു നമുക്കൊക്കെ ബറക്കത്ത് ചൊരിയട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.